ഈ പ്രായമായിട്ടുള്ള മാതാപിതാക്കളൊക്കെ വീട്ടിലുള്ളവർ എത്ര ഭാഗ്യവന്മാരായിരിക്കും അല്ലേ. പക്ഷെ ഇന്ന് പലരും ആ ഒരു സ്വർഗ്ഗവാതിൽ കൊട്ടി അടയ്ക്കാനല്ലേ നോക്കുന്നത്. അവരുടെ വാർദ്ധക്യത്തിലെ ആവശ്യതകളൊക്കെ നമുക്കൊരു ഭാരമായിട്ട് തോന്നുന്നുണ്ടോ? ഒരുപക്ഷെ നമ്മൾ ഈ ഓടി നടക്കുന്നതൊക്കെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നമ്മുടെ മാതാപിതാക്കളായിരിക്കും അല്ലേ. പക്ഷേ ഒരു കാലത്ത് നമ്മൾ തളർന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം അവരുടെ ആരോഗ്യം അവർ കളഞ്ഞിട്ടുണ്ടാവും. ഒരുപക്ഷെ ഇന്ന് അവർക്ക് പല കാര്യങ്ങളും മറന്നു പോയിട്ടുണ്ടാവും. അവരുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടാവും, അവരുടെ കാലുകളൊന്നും നിലത്തുറയ്ക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ അവർ ഈ പറഞ്ഞ കാര്യങ്ങളെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും, പ്രായമായതുകൊണ്ടാണ്. പക്ഷേ ഇതേ കാര്യങ്ങൾ നമ്മൾ ചെറുപ്പകാലത്ത് ചെയ്ത സമയത്ത് എത്രത്തോളം സമാധാനപരമായിട്ടാണ് അവർ നമ്മളെ പരിചരിച്ചിട്ടുണ്ടാവുക, എത്രത്തോളം സമാധാനപരമായിട്ടാണ് കാര്യങ്ങൾ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവുക. അതേ കാര്യം നമുക്ക് ഈ റഹ്മത്തിൻ്റെ പത്തിനെങ്കിലും തിരിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഒരു ഹദീസ് ഉണ്ട്, തൻ്റെ മാതാപിതാക്കളെ വാർദ്ധക്യ സമയത്ത് കിട്ടിയിട്ടും സ്വർഗം വാങ്ങാൻ പറ്റാതെ പോയ ചില ആളുകളെ നബിതങ്ങൾ ശപിച്ചതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അതുകൊണ്ട് ഏറ്റവും വലിയ ഇബാദത്ത് എന്ന് പറയുന്നത് പള്ളിയിലൊന്നും അല്ല, നമ്മുടെ ഉമ്മാൻ്റെ ആ ഒരു കൈപിടിച്ചൊന്ന് നടക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഉപ്പാൻ്റെ ചുളിവ് വീണ നെറ്റിത്തടത്തിൽ ഒരു ചുംബനം കൊടുക്കുന്നതായിരിക്കും. നമ്മൾ ഇന്ന് നമ്മളെ മാതാപിതാക്കളോട് കാണിക്കുന്ന അതേ സ്നേഹമായിരിക്കും നാളെ നമ്മളെ മക്കളും നമ്മളോട് കാണിക്കാൻ പോകുന്നത്, ഇൻഷാ അല്ലാഹ്.